24 മണിക്കൂറിലധികം നിർത്താതെ പറന്ന ക്വാൻഡാസ് വിമാനം ലോക റെക്കോർഡ് നേടി. ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് ഫ്രാൻസിലെ തുലൂസിലേക്കാണ് വിമാനം പറന്നത്. പ്രൊജക്ട് സൺറൈസ് പദ്ധതിയുടെ ഭാഗമായിരുന്നു പരീക്ഷണ പറക്കൽ. എയർബസ് A350 വിമാനത്തിന്റെ ഇന്ധനക്ഷമതയും സാങ്കേതിക കാര്യങ്ങളും വിലയിരുത്താനായിരുന്നു പരീക്ഷണം നടത്തിയത്. ഓസ്ട്രേലിയയിൽ നിന്ന് ഫ്രാൻസിലേക്ക് തുടർച്ചയായി 24 മണിക്കൂറിലധികം പറന്ന് വ്യോമയാന ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായമാണ് കുറിച്ചത്. ജൂലൈ 27 പ്രാദേശിക സമയം വൈകിട്ട് 5:27 മെൽബണിൽ നിന്ന് എയർബസ് A350 വിമാനം പുറപ്പെട്ടത്. പസഫിക് സമുദ്രം, US, കാനഡ, അറ്റ്ലാന്റിക് സമുദ്രം എന്നിവ കടന്ന് 23,075 കിലോമീറ്റർ 14,338 മൈൽ ദൂരം പിന്നിട്ട് ജൂലൈ 28 രാവിലെ ഫ്രാൻസിലെ തുലൂസിൽ ലാൻഡ് ചെയ്തു. 24 മണിക്കൂറും 24 മിനിറ്റും എടുത്താണ് വിമാനം യാത്ര പൂർത്തിയാക്കിയത്. 2005 ഹോങ്കോങ്ങിൽ നിന്ന് ലണ്ടനിലേക്ക് ബോയിംഗ് 777-200 LR നടത്തിയ 22 മണിക്കൂറും 42 മിനിറ്റും നീണ്ട റെക്കോർഡാണ് ക്വാൻഡാസ് മറികടന്നത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എയർബസ് A350 1000 ULR അൾട്രാ ലോങ് റേഞ്ച് വിമാനത്തിൽ അധികമായി 20,000 ലിറ്റർ ഇന്ധന ടാങ്കാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 8 എയർബസ് ടെസ്റ്റ് ക്രൂ അംഗങ്ങളും 2 ക്വാൻഡാസ് പൈലറ്റുമാരും 2 എയർബസ് എഞ്ചിനീയർമാരും അടക്കം 12 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ക്യാബിൻ ശബ്ദം, വായു സഞ്ചാരം, ഇന്ധനക്ഷമത എന്നിവ പരിശോധിക്കാനും കൂടിയായിരുന്നു പരീക്ഷണ പറക്കൽ. ഓസ്ട്രേലിയൻ തീരത്ത് നിന്ന് ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കും നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 238 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് വിമാനം. നിലവിൽ സിംഗപ്പൂർ എയർലൈൻസിന്റെ സിംഗപ്പൂർ ന്യൂയോർക്ക് സർവീസാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വാണിജ്യ സർവീസ്. 18 മണിക്കൂറാണ് യാത്ര. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.